ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ജപമാല. ഏറ്റവും ശക്തിയേറിയ ആയുധം. ആത്മീയവും പൈശാചികവുമായ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ശക്തിയേറിയ ആയുധം. ഏതൊരു വിശുദ്ധയുടെയോ ജീവിതം എടുത്തു നോക്കിയാലും കൊന്ത ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇങ്ങനെയാണ് ജപമാല ചൊല്ലേണ്ടത്. ഇതിനെക്കുറിച്ച് പല വിശുദ്ധരും വ്യക്തമായി പറയുന്നുണ്ട്. ജപമാല ചൊല്ലുമ്പോൾ നാം നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കണം. ജപമാല ചൊല്ലുമ്പോൾ മറ്റൊന്നിനെയും കുറിച്ച് നമ്മുടെ മനസ്സ് ചിന്തിക്കരുത്, ആകുലപ്പെടരുത്. ഇങ്ങനെ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് ജപമാല ചൊല്ലിയാലാണ് ആ ജപമാലയുടെ ശക്തി നമ്മിൽ പ്രകടമാകുന്നത്. ജപമാല എന്ന ശക്തിയേറിയ ആയുധം കയ്യിലിരിക്കുമ്പോൾ പിശാചിന് നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കുന്നില്ല. ഇതിനുദാഹരണമാണ് വിശുദ്ധ എവുപ്രേസ്യമ്മയുടെ ജീവിതം. എന്നാൽ നമ്മൾ കൊന്ത ചൊല്ലാൻ വേണ്ടി തയ്യാറാകുമ്പോൾ പല പ്രലോഭനങ്ങളും ഉണ്ടാകും. പരിപൂർണമായ ജപമാല ചൊല്ലുന്നതിലൂടെ പ്രലോഭനങ്ങളെയും സഹനങ്ങളെയും അതിജീവിക്കാനും നേരിടാനുമുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു. ജപമാല ചൊല്ലുന്നതിലൂടെ പല രഹസ്യങ്ങളും നമ്മുടെ തന്നെ ജീവിത ഉദ്ദേശവും നമുക്ക് വെളിപ്പെടുന്നു. ജപമാലയിലൂടെ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുടനീളം പ്രകടമാകുകയും ചെയ്യുന്നു.